കുറേ ഗസ്റ്റൊക്കെ വരണുണ്ട് കേട്ടോ, ചൈനയിൽ അപ്പോൾ ഇവരൊക്കെ കൂടി നമ്മുടെ തട്ടയിലാണ് കേട്ടോ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് എല്ലാം വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എല്ലാം നല്ല ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ റെഡ് കാർപ്പറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. ശ്രീ റെജിച്ചേട്ടൻ വള്ളത്തിൻ്റെ അവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഫുഡെല്ലാം അവരിവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ തീരുമാനിച്ചേക്കണേ. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എല്ലാം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കൊച്ചു സ്വർഗ്ഗമാണ് കേട്ടോ. ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഈ പാടിയിലായിരിക്കും, അതായത് നമ്മുടെ ഈ ഏറുമാടത്തിൽ ഗ്രില്ലെല്ലാം ഉണ്ടാക്കി ഫുഡെല്ലാം കഴിച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ ഞായറാഴ്ചകളും അവധി ദിവസങ്ങളും എല്ലാവേ. ഇത് പുറത്തുനിന്ന് ഒരാൾ വരണത് ഇത് ആദ്യമായിട്ടാണ്. ഇത് കണ്ടോ, അവർക്ക് എന്തോ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുളയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ വന്നതിന് ശേഷം ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ അവർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണേ. നമ്മുടെ പുളിയിലൊക്കെ നിറയെ കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ വെച്ച പുളി, അതിൻ്റെ അപ്പുറത്ത് നിൽക്കണ ആ പേരയിലും നിറയെ പേരക്കായ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു പേരയിലും നല്ല വലിയ പേരക്കായാട്ടോ ഉണ്ടായേക്കണം. ഏറുപടത്തിൻ്റെ മോളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ബാക്കി കുറച്ച് പണിയൊക്കെ കൂടി ഉണ്ട്, അത് പുറകെ ചെയ്യും. നമ്മുടെ ഗസ്റ്റ് എത്തി കേട്ടോ. അവരിതാ ഈ ബോട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്. ബാക്കിയെല്ലാം ആളുടെ ഫ്രണ്ട്സാണേ. ആൾക്ക് നമ്മുടെ ഇവിടം ഇഷ്ടപ്പെട്ടിട്ട് ഫ്രണ്ട്സുമായിട്ടെല്ലാം വരുവാണ്. ചൂണ്ടയിടണം, മീൻ പിടിക്കണം എന്നൊക്കെയാണ് കേട്ടോ അവർ പറയണത്. ഈ വരണതാണ് കേട്ടോ അങ്ങ് ചൈനയെന്ന് വരണ ഫ്രണ്ടേ. ഇവരെല്ലാം വന്നപ്പോഴേക്കും നമ്മൾ ഫുഡിനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. സനുവും റേച്ചേട്ടനും എല്ലാമാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഗ്രില്ലോ എന്തൊക്കെയോ ഉണ്ടാക്കാനൊക്കെയുള്ള പ്ലാനാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കനാണ് കേട്ടോ ഗ്രില്ല് ചെയ്യണത്. ഈ തിരക്കിനിടയിലേ കടലും കായലും എല്ലാം കടന്നേ നമ്മുടെ കൊച്ചു സ്വർഗം തേടി ഇവരിവിടെ എത്തണമെങ്കിലേ അത് എത്ര അടിപൊളിയായിരിക്കും അല്ലേ. ഇതിൽ കുറച്ച് പേര് പാട്ട് പാടുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ. വന്നപ്പം തൊട്ട് പോണ വരെയും അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര വൈബായിരുന്നു. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നെയ്ച്ചോറാണ് അടുപ്പിലിരിക്കണേ. നെയ്ച്ചോറും ചിക്കൻ കറി. പിന്നെ ഇവർ ലൈവായിട്ട് പോയി സിലോപ്പിനൽ ജീവനോടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ എന്താണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്രൈ ചെയ്യാനാണെന്നാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാലേ ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ, നമുക്കിവിടെ അങ്ങോട്ട് ഇരുന്നാലും കൊതി തീരത്തില്ല നമ്മുടെ ഈ പുഴയരുകും. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അതിവിടെ വന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റുകൾക്കും എല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ഇനിയൊരു അവധിക്കാലത്ത് വീണ്ടും വരാൻ പറ്റട്ടെ എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പോവാണ് കേട്ടോ. ഇപ്പം സമയം 6 മണി ആയിട്ടുണ്ടേ. ശരിക്കും പറഞ്ഞാലേ 4 മണിക്ക് പോകണമെന്ന് പറഞ്ഞ് വന്നവരായിരുന്നു കേട്ടോ. പാട്ടെല്ലാം പാടി ഇവിടെ എൻജോയ് ചെയ്ത് വന്നപ്പോഴേക്കും സമയം ഇത്ര ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇനിയും ഒരവധിക്കാലത്തിന് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ വന്നിട്ടേ നമ്മുടെ ഇവിടെ ഇത്ര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരിറങ്ങുന്ന സമയത്ത് മഴക്കാറെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പകലൊന്നും മഴയൊന്നും പെയ്യാതെ തെളിഞ്ഞ നിന്നേച്ചത്. ഇവർക്കിനി കൊച്ചിയിൽ എത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു. വീഡിയോ ഇഷ്ടമായാലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.